തിരുവനന്തപുരത്ത് 53-കാരിക്ക് ഭാഗികമായി ചലനശേഷിയും കാഴ്ചയും നഷ്ടപ്പെട്ടത് ചികിത്സാ പിഴവിനെ തുടർന്നാണെന്ന് പരാതി. മുട്ടുതേയ്മാനത്തിന് ചികിത്സ തേടിയെത്തിയ രോഗിക്ക് സന്ധിവാതത്തിനുള്ള മരുന്ന് നൽകിയെന്നാണ് ആരോപണം. നെടുമങ്ങാട് സ്വദേശി ഷീലയാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത് മരുന്നുകളുടെ ഒരു പാർശ്വഫലം മാത്രമാണെന്നാണ് ചികിത്സിച്ച ഡോക്ടറുടെ വിശദീകരണം. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ജനറൽ വിഭാഗം ഡോക്ടറായ ജേക്കബ് ആന്റണിയുടെ ശ്രീകാര്യത്തുള്ള ക്ലിനിക്കിൽ മുട്ടുതേയ്മാനത്തിന് ഇവർ ചികിത്സ തേടിയത്. ഡോക്ടർ നൽകിയ മരുന്ന് കഴിച്ചതിന് പിന്നാലെ ഷീലയുടെ മുഖത്തും ശരീരത്തിലും നീര് വന്ന് കുരുക്കൾ പൊട്ടി വ്രണമായി മാറുകയായിരുന്നു. കടുത്ത ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് കഴിഞ്ഞ മാർച്ചിൽ 20 ദിവസത്തോളം ഷീലയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ കാഴ്ചശക്തിയും സംസാരശേഷിയും ചലനശേഷിയും ഭാഗികമായി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഷീല. കൈകാലുകളിലെ നഖങ്ങൾ ഇളകുകയും ചർമ്മം പൊള്ളി അടരുകയും ചെയ്തു. വിഷയത്തിൽ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. എന്നെ ഒന്നൊരു ടെസ്റ്റ് നോക്കുകയും എൻ്റെ ബ്ലഡ് ഒന്ന് പരിശോധിക്കുകയും ആമവാദത്തിൻ്റെ ബ്ലഡ് നോക്കി ഒന്ന് പരിശോധിക്കുകയും ഒന്നും ചെയ്യാതെ ഡോക്ടർ ആമവാദത്തിൻ്റെ ഗുളിക എഴുതി തന്ന് ഈ ഗുളിക ഒരു 5 ദിവസം കഴിച്ചിട്ട് വരണമെന്ന് എന്നോട് പറഞ്ഞു. ഈ 5 ദിവസം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങി കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് അസ്വസ്ഥതകളൊക്കെ അനുഭവിച്ച് 5 ദിവസം ഞാൻ കഴിച്ച് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച സാരമായി എന്നെ ബാധിച്ച് കണ്ണൊക്കെ പഴുത്ത് മൂടി, ചെവി അങ്ങ് പഴുത്ത്, ശരീരം കംപ്ലീറ്റും പഴുത്ത് അപ്പോൾ അവശ നിലയിൽ ആയി. ഞാൻ ബോധമില്ലാത്തൊരവസ്ഥയിലായി. അപ്പോൾ തന്നെ എന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പിന്നെ എന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാനങ്ങ് മരിച്ചു പോകാനുള്ള തീരാറായി. നെടുമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാൻറ്റീൻ നടത്തിപ്പിലൂടെയായിരുന്നു ഇവർ കുടുംബം പുലർത്തിയിരുന്നത്. എന്നാൽ ശാരീരികാവസ്ഥ മോശമായതോടെ ജോലി പൂർണ്ണമായും തടസ്സപ്പെട്ടു. പരസഹായമില്ലാതെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായതോടെയാണ് ഡോക്ടർക്കെതിരെ നിയമ നടപടിയുമായി ഷീല മുന്നോട്ട് പോയത്. വളരെ സീരിയസ് ആയിരുന്നു എൻ്റെ കാര്യം. ഡോക്ടർ വന്ന് പറയുകയും 3 പേരും എപ്പോഴും വാർഡിലുണ്ടായിരിക്കണം, ഒരാൾ പുറത്തുണ്ടായിരിക്കണം, സീരിയസ് ആണ്. ഞാൻ 15 ദിവസത്തോളം എനിക്കൊരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റൂലായിരുന്നു. 15 ദിവസം ട്രിപ്പിലായിരുന്നു. കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ട് എനിക്ക് ഒന്നും ഭക്ഷണം പോലും കഴിക്കാൻ പറ്റൂലായിരുന്നു. ചുണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഈ ഡോക്ടറെ എൻ്റെ ബന്ധുക്കൾ വിളിച്ചപ്പോഴത്തേക്കും എല്ലാം ഡോക്ടർ പറഞ്ഞത് ഞാനിവിടെ ഇല്ല, ഞാൻ വേണ്ടതെല്ലാം ചെയ്തോളാം, ഞാനിപ്പോൾ ഈ സ്ഥലത്ത് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ്. എനിക്ക് ഡെയിലി ജോലിക്ക് ഞാൻ ഞാനാണ് ജോലി ചെയ്തതിൻ്റെ വീട്ടിലെ കാര്യമൊക്കെ നോക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കൊന്നിനും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ എനിക്ക് ഡോക്ടർക്കെതിരെ പരാതി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്. ഡോക്ടർക്കെതിരെ എനിക്ക് പരാതി വേണം. അതേസമയം രോഗിക്കുണ്ടായത് അപ്രതീക്ഷിതമായ പാർശ്വഫലമാണെന്നാണ് ഡോക്ടർ ജേക്കബ് ആന്റണിയുടെ വിശദീകരണം. തൻ്റെ 33 വർഷത്തെ സേവനത്തിനിടയിൽ ഇങ്ങനെയൊരു അനുഭവം ആദ്യമായാണെന്നും ഏതൊരു മരുന്നിനും ഉണ്ടാകാൻ സാധ്യതയുള്ള പാർശ്വഫലം മാത്രമാണിതെന്നും അദ്ദേഹം പറയുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകൾ റിപ്പോർട്ട് ചെയ്തയുടൻ തന്നെ രോഗിക്ക് മെഡിക്കൽ കോളേജിൽ വെച്ച് ആവശ്യമായ എല്ലാ വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കിയിരുന്നതായും ഡോക്ടർ വ്യക്തമാക്കി. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടാണ് കുടുംബത്തിൻ്റെ നീക്കം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.